കോഴിക്കോട് റെയിൽവേ ലൈനിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് മരം മുറിച്ചു. നല്ല കാര്യം, മരം മുറിക്കണമെന്ന് നമ്മളൊക്കെ തന്നെയാണ് പറഞ്ഞത്. പക്ഷെ മരം മുറിച്ച് അവിടെ ഇട്ടു. അപ്പോൾ എന്താ സംഭവിച്ചത്? നാട്ടുകാരുടെ വഴിയടഞ്ഞു. പുതിയ നിരത്ത് ശ്മശാനം റോഡാണ് കൂറ്റൻ മരം മുറിച്ചിട്ട് അടച്ചു കളഞ്ഞത്. ഇന്നലെ രാവിലെ മുറിച്ചിട്ട മരം റോഡിൽ നിന്ന് ഇതുവരെയും നീക്കിയിട്ടില്ല കേട്ടോ. അത്രയും കാര്യങ്ങളൊന്നും ചെയ്യില്ല. മരം മുറിച്ചിട്ട് അവരവരുടെ വഴിക്ക് പോയി. കാൽനട യാത്ര പോലും തടസ്സപ്പെടുത്തിയാണ് മരം കിടക്കുന്നത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും സിനോജ് തോമസ് ചേരുന്നുണ്ട്. സിനോജ്, ഗുഡ് മോർണിംഗ്. സിനോജ്, ഇതെന്താണ് ഇങ്ങനൊരു പണി കാണിച്ചിട്ട് പോയത്? അവിടുത്തെ ആൾക്കാർക്ക് നടക്കുകയും സഞ്ചരിക്കുകയൊക്കെ വേണ്ടേ? വാഹനങ്ങളൊന്നും പോകുന്നില്ല, നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്ന് തോന്നുന്നു അല്ലേ? നാട്ടുകാർ പെട്ടോ? അരുകുമാർ, തീർച്ചയായിട്ടും നാട്ടുകാർ പെട്ടു നോക്ക്. ഇത്രയും വലിയ മരമാണ്. ഈ മരം കടന്ന് എങ്ങനെയാണ് നടന്ന ഒരാൾക്ക് പോകാൻ കഴിയുമോ? ഇന്നലെ ഞാനിവിടെ വന്ന സമയത്ത് പ്രായമായ ഒരു അമ്മ, നമ്മളും കൂടെ സഹായിച്ചിരുന്ന അമ്മ ഈ മരത്തിന് മുകളിലൂടെ കയറി ഇറങ്ങി ഇപ്പുറത്തേക്ക് പോയിരിക്കുന്നത്. ഇത് കോർപ്പറേഷൻ്റെ ടാറിട്ട റോഡാണ്. ഈ റോഡിൻ്റെ മുകളിലേക്കാണ് ഈ റെയിൽവേയുടെ കരാറുകാരൻ വന്ന്. വലിയ കൂറ്റൻ മരമാണ്, വർഷങ്ങൾ പ്രായമുള്ള വലിയ മരമാണ്. അതിൻ്റെ കുറ്റി നോക്കിയാൽ കാണാം, അത്രയും വട്ടം പിടിച്ചാലെത്താത്ത വലിയ വണ്ണമുള്ള മരമാണ്. ആ മരമാണ് ഇന്നലെ രാവിലെ മുറിച്ചിട്ടതാണ്. ഇന്നലെ വൈകിട്ട് ഞാനിവിടെ വന്ന ശേഷം ഞാൻ കരാറുകാരനെ ഫോണിൽ വിളിച്ചിരുന്നു. ആ ഫോണിൽ വിളിച്ച്, ചേട്ടാ ഇങ്ങനെയാണോ മരം മുറിക്കുന്നത്? മരം മുറിച്ച് കഴിഞ്ഞാൽ ഒന്ന് ഒതുക്കിയിടണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ഇന്ന് തന്നെ ശരിയാക്കി തരാം, ഇത് മാറ്റിയിടാമെന്ന് ഇന്നലെ കരാറുകാരൻ എന്നോട് പറഞ്ഞാണ്. പക്ഷേ ഇതുവരെ മാറ്റിയിട്ടിട്ടില്ല. അതാണ് റെയിൽവേ, അതായത് റെയിൽവേയുടെ രണ്ട് വശങ്ങളിലുമുള്ള വലിയ മരങ്ങൾ റെയിൽവേ മുറിച്ച് മാറ്റുന്നുണ്ട്. കാരണം കഴിഞ്ഞ മഴയത്തൊക്കെ തന്നെ വലിയ രീതിയിൽ ട്രാക്കിലേക്ക് മരം വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ മരങ്ങൾ, ഈ വർഷങ്ങൾ പ്രായമുള്ള മരങ്ങൾ വരെ റെയിൽവേ മുറിച്ച് മാറ്റുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് കരാർ കൊടുത്ത് ഇത്തരത്തിൽ മരങ്ങൾ മുറിക്കുന്നത്. പക്ഷേ ഇവർ ചെയ്യുന്നത് വെച്ചാൽ മരങ്ങൾ നേരെ മുറിച്ച് പോകുന്ന റോഡാണോ ഇത്? ഇതിൽ സ്കൂൾ വണ്ടികളൊക്കെ പോകുന്ന സ്ഥലമാണോ? അതെ അതെ, ഇവിടെ ഒരു 7ഓളം സ്കൂളുകൾ ഈ സമീപ പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ശ്മശാനം ഇവിടെ പ്രധാനപ്പെട്ട ഏഷ്യയിലെ തന്നെ 2ാമത്തെ ശ്മശാനം സ്ഥിതി ചെയ്യുന്നത് തൊട്ടടുത്താണ്. ഈ ശ്മശാനത്തിലേക്കുള്ള വാഹനങ്ങൾ, അതുപോലെ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വാഹനങ്ങൾ പോകുന്ന ഒരു വഴിയാണ്. ഈ കരാറുകാരൻ ഒരു മാസം മുമ്പേ ഇതിൻ്റെ തൊട്ടടുത്ത് 200 മീറ്റർ മാറിയിട്ടുള്ള കാരുണ്യ റെസിഡൻസ് എന്ന പ്രദേശത്ത് ഇതുപോലെ തന്നെ ഇതിലും വലിയൊരു മരം അടിയിൽ നിന്ന് വെട്ടി റോഡിലേക്ക് മറിച്ചു വീഴുകയും പിന്നെ അതിൻ്റെ ഉത്തരവാദിത്വം നാട്ടുകാർ ചെയ്യണം എന്നുള്ള രീതിയിലാണ് കരാറുകാരൻ്റെ നിലപാട്. ഇത് കരാർ കൊടുക്കുമ്പോഴേ മരം മുറിക്കാനല്ല, മുറിച്ച മരം ഒതുക്കി മാറ്റിവെക്കാനും കൊടുക്കുന്നില്ലേ? തീർച്ചയായും അങ്ങനെയല്ലേ കൊടുക്കുക. കാരണം ഒരു റെയിൽവേൻ്റെ സ്ഥലത്തുള്ള ഒരു മരം അത് അടിയോടെ വെട്ടി മറ്റൊരു കോർപ്പറേഷൻ്റെ സ്ഥലമാണെന്ന് പറഞ്ഞാൽ അവിടത്തേക്ക് മറിച്ചിടുക എന്നുള്ളത് റെയിൽവേ എന്തായാലും ഒരിക്കലും സ്ഥലമല്ലല്ലോ, റോഡാണ്. റെയിൽവേ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇതേപോലെ കരാറുകാരൻ പ്രദേശത്തുള്ള ആളുകളാണ് കരാറുകാരൻ പറയുന്നത്. വാഹനങ്ങൾ കൊണ്ടുവരാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. മൊത്തം ഈ കണ്ടം മുറിച്ചിടുക എന്നൊക്കെ പറയില്ലേ, അതേപോലെയാണത്. മുറിച്ചിട്ടിട്ട് കരാറുകാരൻ്റെ വഴിക്ക് പോയി. നാട്ടുകാർ വേണമെങ്കിൽ മരത്തിന് മുകളിൽ കൂടി കയറി പോട്ടെന്നേ എന്ന നിലപാടാണ് ഈ കരാറുകാരൻ എടുത്തത്. എന്തായാലും അത് വലിയ മോശമായി പോയി. കരാറുകാർ വന്ന് അത് എത്രയും പെട്ടെന്ന് നീക്കി അവിടുത്തെ ആളുകൾക്ക്, പാവപ്പെട്ട മനുഷ്യർക്ക് അത് നടക്കാൻ പറ്റാത്ത അവസ്ഥ. ഇങ്ങനെ കിടന്നാൽ എങ്ങനെയാണ് കുട്ടികളൊക്കെ സ്കൂളിൽ പോവുക? ഇതൊക്കെ ഒരു പൊതുനിരത്തല്ലേ? ആ നിരത്തിൽ പഞ്ചായത്ത് റോഡാണെന്ന് തോന്നുന്നു. സിനോജ, എന്തായാലും കരാറുകാരുമായി ബന്ധപ്പെട്ടപ്പോൾ രാവിലെ വന്ന് മുറിച്ചു മാറ്റാമെന്ന് പറയുന്നുണ്ടോ? അരുകുമാർ, ഞാൻ ഇന്നലെ വൈകിട്ടാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. ഇന്നലെ വൈകിട്ട് എന്നോട് പറഞ്ഞത് ഇന്നലെ വൈകിട്ട് തന്നെ മാറ്റുമെന്നാണ് പറഞ്ഞത്. ചേട്ടാ, അതിനുശേഷം കരാറുകാരൻ വന്നിരുന്നു നമ്മൾ പോയ ശേഷം? ഇല്ല, ഇന്നലെ പിന്നെ ഈ വഴിക്ക് വന്നിട്ടേ ഇല്ല. ഇന്നൊരു രാത്രി ഞങ്ങൾ ഇവിടെ ലൈറ്റ് ഇട്ടതാ. ആ കരാറുകാരൻ ഞങ്ങളെന്നെ സഹിക്കണല്ലോ. ആൾക്കാരെ ആശുപത്രി കൊണ്ടുപോണ്ടി വരില്ലേ? ഇത് രാത്രി സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാർ. അദ്ദേഹത്തിന്റെ പേര് സുരേഷ് എന്നാണ്. ഞാൻ ഇന്നലെ ഫോണിൽ വിളിച്ചാണ്. നിങ്ങൾ നാട്ടുകാരെ വിളിച്ചിട്ടുണ്ടാവുമായിരിക്കും അയാളെ? വിളിച്ചു. അയാളെ നിലപാട് സാറ് വിളിക്കുന്നതിന് മുമ്പ് വരെ അയാളുടെ നിലപാട് ഇത് നാട്ടുകാരോ അല്ലെങ്കിൽ കോർപ്പറേഷനോ മാറ്റേണ്ടതാണ്. മരം പറിച്ചിട്ടിട്ട് പുള്ളിയുടെ പാട്ടിന് പോയി. റോഡിൽ സൈഡിൽ മാറ്റിയിടാനുള്ള മിനിമം മര്യാദ പ്രിയപ്പെട്ട സുരേഷ് അങ്ങ് കാണിക്കാതെ പോയത് വലിയ മോശമായി പോയി. അവിടെയുള്ള മനുഷ്യർ വല്ലാതെ ബുദ്ധിമുട്ടാണ്. സ്കൂൾ കുട്ടികൾ, പ്രായമായ മനുഷ്യരൊക്കെ ഇതേപോലെ ഹൈജമ്പ് ചാടി വേണം ഇനി ആ സ്ഥലത്തോട്ടൊക്കെ പോകാനായിട്ട്. എന്താണ് സുരേഷ് ഇത്? അത്യാവശ്യം കോമൺ സെൻസ് ഇല്ലേ? ആ വഴിയിൽ നിന്നൊന്നും മാറ്റിയിട്ട് കൊടുത്തൂടെ? നിങ്ങൾ കരാറുകാരെ ഇങ്ങനെയാണ് ഈ പണി ഏൽപ്പിക്കുന്നത്. റെയിൽവേ ഇതേപോലുള്ള കരാറുകാരെ പണി ഏൽപ്പിക്കുമ്പോൾ കരാറുകാരുണ്ട്. എൻ്റെ പൊന്നു സുരേഷ് ഏട്ടാ, ഗുഡ് മോർണിംഗ്. അത് ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. നമുക്കൊന്ന് രാവിലെ മാറ്റി കൊടുത്തൂടെ? മാറ്റുന്നുണ്ട് സാർ. JCB ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ JCB എന്ന് റെഡി ആയിട്ടുണ്ട്. ഇന്ന് മോർണിംഗ് മാറ്റി. സ്കൂളിൽ കുട്ടികൾക്ക് പോകാനും ആശുപത്രിയിലൊക്കെ ഈ പ്രായമാര് പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടല്ലേ? ഒരു ആംബുലൻസ് വന്നാൽ എന്ത് ചെയ്യും സാർ? രാവിലത്തെ JCB ഒരു ചെറിയൊരു പ്രശ്നം. രാവിലെ തന്നെ മാറ്റുമോ? ഉടനെ തന്നെ അങ്ങ് മാറ്റിയിട്ട് കൊടുത്താൽ മതി. മാറ്റിയിട്ട് ഉടനെ തന്നെ മാറ്റും. ഓക്കെ, താങ്ക് യു സുരേഷ് ഏട്ടാ, താങ്ക് യു. അപ്പോൾ സുരേഷ് കേട്ടു. ഇത് ഇന്നലെ തന്നെ മാറ്റിയിരുന്നെങ്കിൽ നാട്ടുകാരി പരാതി പറയില്ല, ഇത് വാർത്തയുമാവില്ലായിരുന്നു. അപ്പോൾ സുരേഷ് ഏട്ടൻ രാവിലെ വന്ന് മാറ്റി തരും. അപ്പോൾ ആ പ്രശ്നം പരിഹരിച്ചു നാട്ടുകാരോട് പറഞ്ഞോളൂ. ഉടൻ തന്നെ വരുന്നുണ്ട് എന്നാണ് അറിയിച്ചത്. JCB ഒരു പ്രശ്നമാണ്. എത്ര JCB കോഴിക്കോട്? നമ്മൾ ഒരു JCB കൊടുത്തേ ഉള്ളൂ.